വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നെന്ന് പറഞ്ഞാൽ വേറൊരു എക്സ്പെരിമെന്റ് കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മെയിൻ ക്യാമറകളിൽ ഒരു എക്സ്പെരിമെന്റ് കൂടിയായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കിയൊരു എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും പെയിന്റ് കളയാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ വേണി കട്ടിയത് ഞാൻ പോകണ്ട. എൻ്റെ അവിടുത്തെ ഒരു സ്പോർട്സ് ഹബിലത്തെ ഒരു കട്ടിക്കാനായിട്ടാണ് നമ്പറൊക്കെ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ വിളിച്ചിട്ടൊക്കെ നോക്കാൻ നീ കണ്ടതില്ല. ഇതാണ് നമ്പേഴ്സ്. കാണാണെങ്കിൽ വേണമെങ്കിൽ വിളിച്ച് ചെയ്താൽ മതി. ഇതാണ് സാധനം. ഇതാണ് ഞാൻ പറഞ്ഞ സ്പോർട്സ് ഹബിലത്തെ എന്താ പറയുക കൂപ്പൺ എന്ന് പറഞ്ഞാൽ. കൂപ്പൺ എന്നല്ല, കുറവുണ്ട് ഇഷ്ടം വരുന്നുണ്ട്. കുറഞ്ഞിട്ടല്ലേ ഇഷ്ടം വരുന്നുണ്ട്. പിന്നെ പറഞ്ഞെടുത്തു ഇവര് 2-3 എക്സ്പെരിമെന്റ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ കണ്ടത് ഈ സാധനം അടിക്കുമ്പോഴേ ഇതിൻ്റെ പേര് ഫുള്ളി പോകും. അത് നമ്മൾക്ക് താഴത്ത് കൂടെ കണ്ടുതരാം. നേരെ കട്ടാക്കിയിട്ട് ഇങ്ങനെ ആകാൻ പറ്റില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ കാട്ടിത്തരാൻ പോകുന്നത്. നമുക്ക് അത് നോക്കാം. അപ്പോൾ താഴത്ത് നോക്കാം. ബയോ വരാം. അപ്പോൾ ഈ ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. എൻ്റെ തല ഇവിടെ നിന്ന് കാണില്ല. സോറി ഇങ്ങനെ എണ്ണ കാണുള്ളൂ. എൻ്റെ ദേഹം മാത്രമാണ് കാണുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇതിലേക്ക് തന്നെ നോക്കിയിരുന്നോ ബാക്കി കാണാം. ഓക്കെ, അപ്പം ഇതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്ന കവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉണ്ടല്ലോ നമ്മൾ നിയമം പണ്ടത്തെ ഒരു കവർ എന്തെങ്കിലും പണ്ടത്തെ എന്താണ്ടൊക്കെ ഫോണിൽ ഇത് നമ്മൾ ഓക്കെ നമ്മുടെ ആ സിറപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സിറപ്പ് എന്ന് പറഞ്ഞാൽ. സിറപ്പ് എന്നല്ല, ഒരു മരുന്നെന്ന് വേണമെങ്കിൽ പറയാം. അന്ന് ഈ പ്രിന്റഡ് പെയിൻ്റാണ് കേട്ടോ. അവിടെ നോക്കിക്കോട്ടെ മായിച്ചിട്ടും മായൂല്ല അങ്ങനത്തെ കേട്ടോ ഈ സാധനം. അങ്ങനത്തെ ഒരു ഇതാണ്. നോക്കി മായിച്ചിട്ട് മായൂല്ല ഒരിക്കലും മായൂല്ല. കേൾക്കട്ടെ ട്രൈപോഡ്. ഓക്കെ കേട്ടോ. ഇത് മായിച്ചിട്ട് മായൂല്ല അതിൻ്റെ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോണ്ട ഒരിക്കലും മായില്ല. വേണമെങ്കിൽ കയ്യിൽ ചോദിച്ചാൽ ഇത് മായൂല. പ്രിൻ്റ് സാധനമാണ് മായൂല. നമ്മളെന്ന് പറഞ്ഞാൽ ഈ സാധനം ആണ് നമുക്ക് ഇതിൻ്റെ അടിക്കാൻ പോകും. അപ്പോൾ നമ്മളിത് എന്താണെന്നും നമുക്ക് നോക്കാം. ഞാൻ എനിക്ക് കിട്ടിയിട്ട് എനിക്ക് നല്ല കാര്യം ട്രൈപോഡ് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഈ സ്പ്രേ അടിച്ച് കൊടുക്കട്ടോ. ചെയ്യാം നല്ലൊരിതാണ്. അയ്യോ ഈ മാസ്ക് കിട്ടുവരാട്ടോ. സോ നമ്മൾ മാസ്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. നോക്കിടാം. സോ റെഡി ആയിട്ടാ. ഇതെല്ലാവരും ശ്രദ്ധിച്ചൊക്കെ ചെയ്യണം കേട്ടോ. നമ്മൾ കണ്ടുപിടിച്ചാണ് ഇതാണ്. ഇങ്ങോട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. നീ കൊണ്ടേ ഇത് ഒരിക്കലും മായാത്താണ്. മായണില്ലല്ലോ നോക്കി മായണില്ല. മായണില്ലേ? നമുക്ക് നോക്കിക്കോ അടിക്കാണ്. 3, 2, 1 കാണാനുണ്ടോ മാനീസ് മൂന്നിട്ടാ. ഞാൻ ഫുൾ അടിച്ചിട്ട് കടത്തില്ല. അവിടെ ഫുൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് കടി തരാം. ഓക്കെ, കുറച്ച് നേരം വെക്കി നമ്മുടെ കയ്യിലാക്കാൻ പറ്റില്ലേ? കണ്ണ് നോക്കി സാധാരണത്തെ പോലെ ഇല്ല. നോക്കട്ടെ നോക്കി മാന് പുള്ളി കണ്ട പുള്ളി കണ്ടിട്ടുണ്ട്. നമ്മുടെ കൈക്ക് ആക്കി കുറച്ചല്ലായിട്ടുള്ളൂ. ഓക്കെ, ഇത് ഫുള്ളി ഞാൻ വായിച്ചു കേട്ടോ. ഇതിൻ്റെ മുകളിൽ നമ്മുടെ പേപ്പർ കമത്തി വെച്ചാൽ മതി. സോ ഇത് നല്ല ചെയ്താണ് കേട്ടോ. സോ ഇതിലേക്ക് ചെറിയ ഷെയ്ക്കൊന്നുണ്ട്. സോറി ആരും കാര്യമാക്കുന്നത്. അവിടെ നമുക്ക് നന്നായിട്ട് മേശ ഇളകുന്നു. കണ്ട ഇവിടെ ഫുള്ളായിട്ടുണ്ട്. സോ സാധനം എന്ന് പറഞ്ഞാൽ ഇത്തരമായിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ മരുന്നിൻ്റെ. ഇന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലിരിക്കണ കോൾഗേറ്റ് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ നോക്കാം.
കുറച്ച് ക്ലിയറായിട്ട് എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. അയ്യോ മാറ്റിയിട്ടുണ്ട്. ഇനി കോൾഗേറ്റ് കോൾഗേറ്റിൻ്റെ ഇത് മഴ നോക്കാം. മഴണില്ലാട്ടോ നോക്കാം. മായൊരു ഇതമ്മേ മായിങ്ങനെ പോയില്ലേ? മായില്ല ദിവസം മായുന്നില്ല. പ്ലാസ്റ്റിക് ആണ് ഗായ്സ്. മാണിയാണ് ഇതുപോലെ വേറെ പെണ്ണുകൾ നോക്കിയാൽ നമ്മൾ ഈ ഒരു കാർഡ് തരുന്നുണ്ട്. ആരെയോ കാണാൻ കേട്ടോ, എനിക്കറിയില്ല ആരാണെന്ന് അറിയില്ല. സോ ഒരു ഫുട്ബോളിന് ഒരു കാർഡാണ്, ഫുട്ബോൾ സോ ദിസ് ഈസ് ഓൾസോ നോട്ട് മൈൻഡ്. സോ പ്രിൻ്റഡ് മാത്രം മായുള്ളൂ, അത് ഇതില്ല. പ്രിൻ്റഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തേക്ക് മായുള്ളൂ, ഇതുപോലത്തേക്ക് മായുള്ളൂ. സോ അതുപോലത്തെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇതന്നെയാണ് കേട്ടോ മായുള്ളൂ. ഈസുണ്ടായിരുന്നു ഇതിപ്പോ മായുള്ളൂ. ഇനി ഇതൊന്നും ഉണ്ടാവില്ലേ, ഇനി ഉണ്ടാവില്ല. ആണത് സിമ്പിളായിട്ട് സിമ്പിളായിട്ട് മാനുണ്ട്. നേരത്തെ കണ്ടത് ഇങ്ങനെ ഉണ്ടായിരുന്നു, അറിയില്ല ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാധനോട് ഇങ്ങനെ ആയിരുന്നു. അയ്യോ ചുമരി ഇങ്ങനെ കൊണ്ടിരുന്ന സാധനമാണ് ഇങ്ങനെയായിരുന്നു. ബിഫോർ ആഫ്റ്റർ. നോക്കി രണ്ടിന് എത്ര വ്യത്യാസം തോന്നും. ഇതിലെന്തെങ്കിലും കാണാണ്ടോ? CS സബ് കാണാണ്ടോ? ഇല്ല, ഇതിൽ കാണാണ്ട. ആദ്യം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് കാട്ടി തന്നിട്ടുണ്ട്. സോ നമ്മുടെ നേരെയുള്ള വീഡിയോ നമുക്ക് കാട്ടി തരാം. നിങ്ങളെ മാറ്റി കേട്ടെ, നമുക്ക് നേരെയുള്ള വീഡിയോ നമുക്ക് കാണാം. സോ നേരെ നമ്മുടെ വിട്രോയ്ക്ക് പോട്ടാ, എന്താ ഔട്ട്രോയ്ക്ക് പോട്ടാ. ഗോ. സോ അപ്പം ഇന്നത്തെ എക്സ്പെരിമെൻ്റ് അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ കമൻറ്റിൽ കൂടുതൽ കുറേ കമൻറ്റുകളൊക്കെ ഇടാൻ. ഇതാണ് വേറെ സ്പ്രേ. സോ ഇത് നമുക്ക് കാര്യമില്ല കേട്ടോ, ഇത് നമുക്ക് എന്തായാലും കാര്യമൊന്നുമില്ല. സോ മറ്റേ ഇതാണ് നമ്മുടെ ഒരു സ്പ്രേ ഇതിൽ നമ്മൾ കയറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പറഞ്ഞു. ഇതടക്കം തേന് പോയിട്ടാ ഈ സ്പ്രേ കാരണം. ശരാ എന്താണാവോ ആവുക. യജമാനുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ വേറെ കുട്ടികളൊന്ന് അനുഭവിക്കരുത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരിക്കലായിരുന്നു പറഞ്ഞെടുക്കില്ല. എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ ഇത് കുട്ടികളറിഞ്ഞാൽ നല്ല വിഷമം. അവരൊക്കെ ചെയ്ത് എന്തൊക്കെ ആവുന്ന ദൈവത്തിന് അറിയുള്ളൂ. ഇങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെൻ്റ് വിധിക്കുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വെക്കേഷൻ എക്സാമാണ്. എനിക്കാകും ഒരു എക്സാം കൂടി ആട്ടെ ബാക്കിയുള്ളൂ. നിങ്ങൾക്ക് എത്ര എക്സാം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സാം കഴിഞ്ഞവരാണെങ്കിൽ മാർക്ക് കിട്ടുമ്പോൾ അടിപൊളി മാർക്ക് തോന്നും. നിങ്ങളുടെ എക്സാം ഓൾ ദി ബെസ്റ്റ്. സോ ഓൾ ദി ബെസ്റ്റ് ആണ് എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് നേരെ അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഇപ്പല്ല, ഇത് കഴിഞ്ഞിട്ട് എന്നല്ല, നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ട് കഴിഞ്ഞിട്ട് അടുത്ത മാസം വെക്കേഷനിൽ നമ്മൾ വരാം. ഞാൻ വരാം. ഇന്ന് പരീക്ഷ ഉണ്ടായിരുന്നു, ഹിന്ദി പരീക്ഷയായിരുന്നു. ഇനി ഇനി വ്യാഴാഴ്ചയാണ് പരീക്ഷ. ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ എത്രാം തീയതിയാണ്? മൺഡേയിലാണ് എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണ്. പിന്നെ ഞാൻ എത്രാം തീയതി ഇടാൻ പോണ ഡേറ്റ് ഒക്കെ അറിയില്ല കേട്ടോ. ഇപ്പോഴൊന്നും അറിയില്ല. ചിലപ്പോൾ ഇന്ന് തിങ്കളാഴ്ച ഞാനിടും, ചിലപ്പോൾ ഞാൻ വേറെ ഒരു ദിവസം ഇടും. എന്തായാലും വ്യാഴാഴ്ച വരും. വ്യാഴാഴ്ചക്ക് അത്ര ദിവസമൊക്കെ ഒന്നായിരിക്കും. ഞാൻ
മാക്സിമം ഞാൻ തിങ്കളാഴ്ച ഇടാൻ നോക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ വെക്കേഷനായി നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് അവരെയും അവരുടെ കൂടെ നമുക്ക് വേറൊരു സ്പെൻഡിങ് ടൈം എന്ന് വെച്ചാൽ ഒരു ക്യാമ്പിങ് അങ്ങനത്തെ ട്രിപ്പ് സ്ഥലങ്ങൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. അടിപൊളിയാണ്. ഡീറ്റെയിൽസ് പോലെ തന്നെ അടിപൊളി ഒരു ചാനലാണ് ഇതെന്ന് പറഞ്ഞാൽ. അടിപൊളി ചാനലൊന്നുമില്ല. ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇതുവരെ തന്നെ നമ്മൾ എത്തിയെന്ന് പറയുന്നത്. വലിയൊരു സപ്പോർട്ടാണ്. 33 പൈസ എനിക്കുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ പറയണം അത് ഫുള്ള് ഞാൻ ചെയ്യും. എന്ന് വെച്ചാൽ എന്തൊക്കെ എക്സ്പെരിമെൻറ്റ് പറയണം ഫുള്ള് ഞാൻ ചെയ്യും. എന്തെങ്കിലും നമ്മൾ നോക്കാം. നമ്മളിപ്പം കളിക്കാനുള്ള ഗെയിം അതടക്കം കളിക്കുന്നത് ഫ്രീ ഫയർ എന്നൊക്കെ ഞാൻ കുറച്ച് മാറ്റി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ പരീക്ഷയാണ്, പരീക്ഷ. അതേ പരീക്ഷ സമയത്ത് ഫ്രീ ഫയറൊന്നും കളിക്കണ്ടാന്ന് ഇരിക്കുന്നു. അതുകൊണ്ട് ഫ്രീ ഫയർ ഗെയിമിൽ കുറേ നാളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നേരത്തെ പരീക്ഷയായിരുന്നു. അപ്പോൾ ഒരു ഫ്രീ ഫയർ വീഡിയോ ആണ് നമ്മൾ ആകപ്പാടെ എന്നിട്ട് ഇട്ടിട്ടുള്ളൂ. എനിക്കിട്ടോ ഇവിടെ എന്തെങ്കിലും ബ്ലാക്ക് സ്ക്രീൻ ആയിക്കണേ. ഓക്കെ ഒറ്റ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒത്തിരി വീഡിയോയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള കട്ട സപ്പോർട്ട് നമുക്കുണ്ട്. ഒത്തിരി ഫ്രീ ഫയർ വീഡിയോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനുള്ള കട്ട സപ്പോർട്ടൊക്കെ ഉണ്ട്. ബാക്കിയൊന്നുമില്ല. വേറെ നിങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് ചെയ്തു. പക്ഷെ ഇനി കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്ത് നോക്കാം. 50 നമ്മുടെ ലൈവ് അൺലോക്ക് ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടം ചെയ്യാം. ഒരു ഗീവ് അവ നമ്മൾ കൊടുക്കണം എന്നിട്ട് 50 സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഉറപ്പായിട്ടൊരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. ഗീവ് അവേ 50 സബ്സ്ക്രൈബേഴ്സ് എപ്പോഴേൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയി. എനിക്ക് അത്ര യൂട്യൂബിനെ അത്ര ഇല്ല. എന്തായാലും എപ്പോഴേലൊക്കെ ഒരു ഗീവ് അവേ കൊടുക്കുക. എത്ര വർഷമായിക്കോട്ടെ ഗീവ് അവേ ഒരു വട്ടം ചാനലുണ്ടാവും. 50 സബ്സ്ക്രൈബേഴ്സ് ആയാലല്ല. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഔട്ടർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ നോമ്പാണ്.